വെറുമൊരു ജലദോഷമരുന്ന് എന്നതിലുപരി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പനിക്കൂർക്കയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. സംസ്കൃതത്തിൽ ഇതിനെ പർണയവാനി എന്നാണ് വിളിക്കുന്നത്. പ്രശസ്തമായ ഭാവപ്രകാശ നിഘണ്ടുവിൽ പനിക്കൂർക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് മനോഹരമായ ഒരു ശ്ലോകം തന്നെയുണ്ട്. ആ ശ്ലോകം ഇങ്ങനെയാണ്: പർണയവാനി തീക്ഷ്ണോഷ്ണാ കടുദിക്താ രസേ ലഘു ദീപനീ പാചനീ രുച്യ വാദശ്ലേഷ്മ വിശാപഹ വിസൂചികാതിസാരഗ്നി ഗ്രഹണീരോഗനാശിനി. കേൾക്കുമ്പോൾ അല്പം കടുപ്പമായി തോന്നുമെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ശ്ലോകത്തിലെ ഒന്നാം വരിയിലെ പദങ്ങൾ നോക്കാം. പർണയവാനി. പർണ എന്നാൽ ഇല, യവാനി എന്നാൽ അയമോദകം. അയമോദകത്തിന്റെ മണമുള്ള ഇലകളോടുകൂടിയ സസ്യം എന്നാണ് ഇതിന്റെ അർത്ഥം. തീക്ഷ്ണ. ശരീരത്തിലെ സൂക്ഷ്മമായ സുഷിരങ്ങളിലേക്ക് പോലും വേഗത്തിൽ തുളച്ചുകയറി പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇത് മരുന്നിന്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നു. ഉഷ്ണ. ഉഷ്ണവീര്യം അഥവാ ശരീരത്തിന് ചൂട് നൽകാനുള്ള കഴിവ്. ഇതാണ് കഫത്തെ ഉരുക്കിക്കളയാൻ സഹായിക്കുന്നത്. കടു. എരിവ് രസം. ഇത് ദഹനത്തെ സഹായിക്കുകയും കഫത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. തിക്ത. കയ്പ് രസം. ഇത് രക്തം ശുദ്ധീകരിക്കാനും കൃമിശല്യം കുറയ്ക്കാനും സഹായിക്കുന്നു. രസേ ലഘു. ഇത് ദഹിക്കാൻ വളരെ എളുപ്പമാണെന്നും ശരീരത്തിന് ഭാരമുണ്ടാക്കില്ലെന്നും അർത്ഥമാക്കുന്നു. ഇനി ശ്ലോകത്തിലെ രണ്ടാം വരിയിലെ പദങ്ങൾ നോക്കാം. ദീപനി. ജഠരാഗ്നിയെ അഥവാ ദഹനശക്തിയെ ഉണർത്തുന്നത്. വിശപ്പില്ലാത്ത അവസ്ഥയ്ക്ക് ഇത് മികച്ച പരിഹാരമാണ്. പാചനി. ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തെ പാകം ചെയ്ത് ദഹിപ്പിക്കാനുള്ള കഴിവ്. രുച്യ. നാവിലെ രുചിമുകുളങ്ങളെ ഉണർത്തി ഭക്ഷണത്തോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നു. വാദശ്ലേഷ്മഹര. ശരീരത്തിലെ വാദദോഷത്തെയും ശ്ലേഷ്മത്തെയും അഥവാ കഫം ഒരേപോലെ ശമിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പനിക്കും ശ്വാസമുട്ടലിനും ഇത് നൽകുന്നത്. വിഷാപഹ. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ശേഷിയെ സൂചിപ്പിക്കുന്നു. ഇനി ശ്ലോകത്തിലെ മൂന്നാം വരിയിലെ പദങ്ങൾ നോക്കാം. വിഷൂചികാഗ്നി. വിഷൂചിക എന്നാൽ കോളറ പോലുള്ള രോഗങ്ങൾ. അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. അതിസാരഗ്നി. അതിസാരം അഥവാ വയറിളക്കം മാറ്റുന്നത്. വയറിലെ അമിതമായ ജലാംശത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രഹണീരോഗനാശിനി. വിട്ടുമാറാത്ത ദഹനക്കേട്. ആഹാരം കഴിഞ്ഞാലുടൻ വയറിളകിപ്പോകുന്ന അവസ്ഥ, IBS പോലുള്ളവ എന്നിവയെ പരിഹരിക്കുന്നത് എന്നാണ് അർത്ഥം.